Hi everyone. Morning, sir. Good morning. Happy morning. Thank you so much. Thank you so much for being here. വളരെ പേഷ്യൻസോട് കൂടിയിട്ട് കാത്തിരുന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. ഓക്കെ, ആർ യു റെഡി? Happy നമ്മുടെ morning. യെസ്, താങ്ക് യു എവറി വൺ. ഹൗ ആർ യു ഡൂയിങ്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ പുതിയ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ മോർണിംഗിൽ നൽകാറുണ്ട്. എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ മീ. ശരത് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണം. പ്ലീസ് മേക്ക് മീ ഹോസ്റ്റ് സോ ദാറ്റ് ഐ ക്യാൻ ഷെയർ. സ്ലൈഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, യപ്പ്. താങ്ക് യു സോ മച്ച് രഞ്ജിത്ത്. സോ എവ്രി വൺ, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ എടുക്കുന്ന വിഷയം എന്താണ്? ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ് ആൻഡ് ഫൈൻഡ് ഇന്നർ പീസ്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ പറ്റും, എന്നിട്ട് എങ്ങനെ ഇന്നർ പീസ് കണ്ടെത്താൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് എ ടോപ്പിക്. സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിലേറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഗതി പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാറുണ്ട്. ബയോളജിക്കൽ റീസൺ ഉണ്ട്, സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്, അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള റീസൺസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ, കാര്യങ്ങളെല്ലാം ഇതേപോലെ ഒരുപാട് 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 പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് എന്താ പറയുക കാരണമാകുന്നുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. സോ ഓവർ തിങ്കിങ് ഏതൊക്കെ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഓവർ തിങ്കിങ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾ ഓവർ തിങ്കിങ് മൂലം നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഓവർ തിങ്കിങ് മൂലം എനിക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, ഓവർ തിങ്കിങ് മൂലം എനിക്ക് സംശയരോഗമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. നിങ്ങൾ ഓവർ തിങ്കിങ് അനുഭവിക്കാറുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യുക. ഓവർ തിങ്കിങ് അനുഭവിക്കുന്ന ആൾക്കാർ മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ മീ. ഓവർ തിങ്കിങ് അനുഭവിക്കാറുണ്ട്, ജസ്റ്റ് കമന്റ് ഓൺ മീ. ഒന്ന് കമന്റ് ചെയ്യാവോ? ഹലോ, യാ. ഓവർ തിങ്കിങ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? മക്കൾ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ചില കാര്യങ്ങൾ നടക്കാതാവുന്നുണ്ടോ? ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇപ്പൊ ചാറ്റ് കാണുമ്പം മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള ഞാനിവിടെ സ്ലൈഡ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇസ് ഇറ്റ് വിസിബിൾ? ഒന്ന് പറയാവോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഷെയർ ആയിട്ടില്ല. ഷെയർ ആയിട്ടില്ല. ഓക്കെ,
Yeah. ഓക്കെ 1 മിനിറ്റ്. ഓക്കെ, പലതരത്തിലുള്ള ഓവർ തിങ്കിങ് ഉണ്ട് അല്ലേ? ഇവിടെ കാണുന്നത് നമ്മൾ നോക്കുന്ന പ്രകാരം എന്ന് വെച്ചാൽ ജോലിയിലുള്ള സ്ട്രെസ് ഓവർ തിങ്കിങ് ആയിട്ട് വരാറുണ്ട്. സെൽഫ് റിലേഷൻഷിപ്പിൽ ബാധിക്കാറുണ്ട്. സ്ലീപ്പ് ഇഷ്യൂസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സിംപ്ലി പറയുന്നു. സ്ലീപ്ലെസ്നെസ് ആൻഡ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, ഉറക്കം ആൻഡ് ടൈം ലോസ്, ഉറക്കം നഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ സമയം നഷ്ടപ്പെടുന്നു, കൃത്യമായി പറയാൻ കഴിയുന്നില്ല, ഏത് രീതിയിലാണെന്നല്ല, ഇനാക്റ്റീവ്നെസ്, ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. ഓക്കെ, ദെൻ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഓക്കെ, സോ പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓവർ തിങ്ക് ചെയ്തിട്ട് നമുക്ക് ചലഞ്ചസും സംഗതികളും ഉണ്ടാവാറുണ്ട്. ഇതിൽ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഓവർ തിങ്കിങ് കുറയ്ക്കാൻ പറ്റുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇന്നർ പീസ് കണ്ടെത്താൻ പറ്റുക, ഈ വിഷയത്തിലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഓരോ പോയിന്റ്സുകൾ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഞാനിവിടെ കാണിക്കുന്ന സ്ലൈഡ്സ് ഹോപ്പ് ഇറ്റ് ഈസ് റെഡി ആണെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, ലെറ്റ് മീ ജസ്റ്റ്. ഓക്കെ, ഇതിൽ ഞാൻ സ്ലൈഡ് എടുക്കുന്ന സമയത്ത് എൻ്റെ സ്ക്രീൻ മിസ്സാവുന്നുണ്ട്. Where it is. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, യെസ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല ഇല്ല. ഓക്കെ, 1 മിനിറ്റ്, ലെറ്റ് മീ ജസ്റ്റ് some error is there. I don't know why it is showing like that. Okay, ഇപ്പോഴാ? Now it's better, right? Sanjay? Okay, sir. Okay, sir. കാണാൻ പറ്റും. Okay, so how to find inner peace and see, നമ്മൾ how to stop overthinking and find inner peace, ഇതാണ് നമ്മുടെ ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബ്രേക്ക് ഫ്രീ, എസ്കേപ്പ് ദ സൈക്കിൾ ഓഫ് മെന്റൽ നോയ്സ്. നമ്മളുടെ ഉള്ളിലുള്ള മെന്റൽ നോയ്സ്, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം, അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരു ബാലൻസ് എങ്ങനെ കണ്ടെത്താം ചിന്തകളുടെ കാര്യത്തിൽ, ആൻഡ് ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇമോഷണൽ ഇക്വിലിബ്രിയം, ഒരു ബാലൻസ് കണ്ടെത്താം, ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ഒരു ബാലൻസ്, എക്സ്ട്രീം ഇമോഷൻസിലേക്ക് പോകാതെ, അതേപോലെ എക്സ്ട്രീം ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാതെ, എക്സ്ട്രീം ഹാപ്പിനെസ്സിലേക്ക് പോകാതെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് എങ്ങനെ കണ്ടെത്താം. നെക്സ്റ്റ്, പ്രാക്ടിക്കൽ ടൂൾസ്, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൂൾ എന്താണ്, കാം ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആർ യു എൻ ഓവർ തിങ്കർ? നമ്മളൊരു ഓവർ തിങ്കർ ആണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനാദ്യം തന്നെ നമ്മൾ ചിന്തിക്കണം വെച്ചാൽ, ചില ചർച്ചകൾ നമ്മളുടെ ബ്രെയിനിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടോ? ഡു യു റീപ്ലേ കോൺവെർസേഷൻ റിപ്പീറ്റഡ്ലി ആൻഡ് ലോങ് ആഫ്റ്റർ ദേ എൻഡഡ്? അതായത് ഒരാളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് അതിനുശേഷം വീണ്ടും ആ ചർച്ച നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഡു യു റീപ്ലേ കോൺവെർസേഷൻ റിപ്പീറ്റഡ്ലി ലോങ് ആഫ്റ്റർ ദേ എൻഡഡ്? അതായത് ഒരു ചർച്ച നടന്നു, അല്ലെങ്കിൽ ഡിസ്കഷൻ നടന്നതിന് ശേഷം വീണ്ടും അത് റീപ്ലേ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. മനസ്സിലായോ? അപ്പൊ അവിടെ അതൊരു സംഗതിയാണ്. ഒരു കാര്യം ഒരാൾ പറഞ്ഞു, പക്ഷെ അതൊക്കെ കഴിഞ്ഞു, ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ പിന്നെയും അതിനെക്കുറിച്ച് അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, എനിക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, തുറന്നു പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഞാനിപ്പോൾ എന്താ ചെയ്യാം, വേണ്ടായിരുന്നു, ഇങ്ങനെ ചിന്തിക്കുന്ന സംഗതി. ഓക്കെ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് മീന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ്, വറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചറിനെ കുറിച്ച് വറി ചെയ്യുക. ഡു യു വറി അബൌട്ട് ദ പ്രോബ്ലംസ് ദാറ്റ് ഹാവന്റ് ഹാപ്പൻഡ്? ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല, പക്ഷേ പ്രശ്നം നടക്കുമോ എന്നാലോചിച്ചിട്ട് വിഷമിക്കുക. ആക്ച്വലി ഇത് മറ്റു പലരും കേൾക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് പലർക്കും തോന്നും.
അല്ലെങ്കിൽ തമാശ രൂപത്തിലേക്ക് മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കുകയൊക്കെ ചെയ്യും, പരിഹസിക്കുകയൊക്കെ ചെയ്യും. നീ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സംഗതി? ഒരു കഥ തന്നെയുണ്ട്. ലൈക്ക് ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് ചെന്നു. ഓക്കെ, ഈ കഥ ശരിക്കും പൊളിറ്റിക്കലി കറക്റ്റ് ഒന്നല്ല, പഴയ കഥയാണ്. ഓക്കെ, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ആർ യു ദേർ? നിങ്ങളവിടെ ആർ യു എക്സൈറ്റഡ് ടു ലിസൺ ടു ദ സ്റ്റോറി? സ്റ്റോറി കേൾക്കാൻ എക്സൈറ്റഡ് ആണോ? ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഒന്നുമില്ല, വളരെ ഫണ്ണി ആയിട്ടുള്ള സ്റ്റുപ്പിഡ് സ്റ്റോറിയാണ്. സോ ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ഷെയർ. അപ്പോൾ മാരേജ് കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ പുള്ളിക്കാരി ഇങ്ങനെ മുറ്റമൊക്കെ ഇങ്ങനെ അടിച്ചേരി ഇങ്ങനെ എടുത്തെത്തിയപ്പം കിണറിൻ്റെ അടുത്ത് എത്തി. പെട്ടെന്ന് പുള്ളിക്കാരി ഇങ്ങനെ നെഞ്ചത്ത തട്ടിയിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഭർത്താവ് ഓടി വന്ന് എന്ത്. അപ്പം പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞുണ്ടാവില്ലേ, ആ കുഞ്ഞെങ്ങാനും കളിക്കുന്നതിനിടയിൽ ഈ കിണറ്റിൽ വന്ന് വീണാലോ എന്നാലോചിച്ചിട്ട് കരഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചെറിയ ചില കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ട് അങ്ങനെയാവോ ഇങ്ങനെയാവോ, എസ്പെഷ്യലി പലപ്പോഴും അത് പണ്ട് ഇതെന്താ വെച്ചാൽ, ഇപ്പം ഇവിടെ പൊളിറ്റിക്കലി പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, പണ്ട് സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമാശ രൂപേണയൊക്കെ പരിഹാസ രൂപേണയൊക്കെ സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ദിസ് സ്റ്റോറി ഇത് എന്താ പറയുക, ഒരുപാട് ആൾക്കാരുടെ റിയൽ ലൈഫ് കേസാണ്. ഓക്കെ, പണ്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സോ മിസാജനിസ്റ്റിക്. അതൊരിക്കലും പറയാൻ പാടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കഥ പറച്ചിലും സംഗതികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഓക്കെ, ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ആൾക്കാരുടെ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, വിഷമിക്കും. ഇത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ. സിമിലർലി എത്രയോ ആൾക്കാരെന്ന് വെച്ചാൽ ഇതുപോലെ ഓവർ തിങ്ക് ചെയ്തിട്ട് ചിന്തിച്ചു കൂട്ടും. അതെന്താകും, ഇതെന്താകും, ബിസിനസ് എന്താകും, മറ്റതെന്താകും, ഇനി ഞാൻ അങ്ങനെയാകുമോ ഇങ്ങനെയാകുമോ, എൻ്റെ ലൈഫ് അതാകുമോ ഇതാകുമോ. ലൈക്ക് വി തിങ്ക് ടു മച്ച്. മനസ്സിലാകുന്നുണ്ടോ? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ പാസ്റ്റിനെ കുറിച്ചോ വറീഡ് ആകുന്നതും ഇതേപോലെ ഓവർ തിങ്കിങ് ആണ്. ഡിസിഷൻ പാരാലിസിസ്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഡിസിഷൻസ് എടുക്കാൻ കഴിയില്ല. ഡു യു സ്ട്രഗിൾ ടു മേക്ക് ഡിസിഷൻ ഈവൻ സ്മോൾ വൺസ്? ചിന്തിച്ചു കൂട്ടിയിട്ട് ഡിസിഷൻസ് എടുക്കാൻ കഴിയാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ആൻഡ് കാൺട്ട് സ്വിച്ച് ഓഫ്. ചിലർക്ക് ബ്രെയിന് സ്വിച്ച് ഓഫ് ആക്കാൻ കഴിയില്ല. ഡു യു ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു റിലാക്സ് യുവർ മൈൻഡ് ഈവൻ അറ്റ് റെസ്റ്റ്? റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുന്നില്ല ബ്രെയിൻ. സോ അതും ഒരു എന്താ പറയുക ഇഷ്യൂ ആണ്. മനസ്സിലാകുന്നുണ്ടോ? സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ദെയർ. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ അനുഭവിക്കാറുള്ളത്? ചിലർ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു, ലൈക്ക് പാസ്റ്റ് കഴിഞ്ഞു, ലൈഫ് കഴിഞ്ഞു, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. നിങ്ങളുടെ ഇതിലേതാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. നിലവിലുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതാണോ? ഓക്കെ, അപ്പം ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്തതാണോ? വാട്ട് ആർ യു തിങ്കിങ്? പറയാമോ? നിങ്ങൾക്ക് നിലവിൽ ഏതാണ് സംഭവിക്കുന്നത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓവർ തിങ്കിങ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓവർ തിങ്കിങ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാട്ട് ഓവർ തിങ്കിങ് ലുക്സ് ലൈക്ക്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണാൻ, അല്ലെങ്കിൽ എന്താ പറയുക, കാണാൻ കഴിയില്ലെങ്കിൽ പോലും ഇത് എങ്ങനെയാണ് തിങ്കിങ് ബിയോണ്ട് വാട്ട് ഈസ് യൂസ്ഫുൾ ഓർ പ്രൊഡക്റ്റീവ്. ഓവർ തിങ്കിങ് എപ്പോഴും യൂസ്ഫുൾ അല്ലാത്ത, പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൽ നമുക്കത് ചിന്തിച്ചിട്ട് ഒരു ഉപയോഗവുമില്ല. വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും, കാര്യങ്ങൾ ചിന്ത വന്നുകൊണ്ടിരിക്കും. ആൻഡ് റിപ്പീറ്റിംഗ് ദ സെയിം തോട്ട്സ് വിത്തൗട്ട് റീച്ചിങ് സൊല്യൂഷൻസ്. ഒരു സൊല്യൂഷൻ കിട്ടാതെ
സെയിം സൊല്യൂഷനിലേക്ക് എത്താതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, സൊല്യൂഷൻ കിട്ടാതെ ഒരു കാര്യത്തെക്കുറിച്ച് കോൺസ്റ്റന്റ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ലിവിങ് ഇൻ ദ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രസന്റ്. പ്രസന്റിൽ ജീവിക്കുന്നതിന് പകരം ഒന്നുകിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ, ഒന്നുകിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആങ്സൈറ്റി അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് എന്താകും, പാസ്റ്റ് എന്താകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മനസ്സിലാകുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രസന്റിന് പകരം. ആൻഡ് ക്രിയേറ്റിംഗ് ഇമാജിനറി പ്രോബ്ലംസ് ദാറ്റ് ഡോണ്ട് യെറ്റ് എക്സിസ്റ്റ്. നിങ്ങളുടെ എന്താ പറയുക, ഇമാജിനറി നിലവിൽ ഇല്ലാത്ത പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇമാജിനറി സംഗതികൾ, സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇതാണ് ഓവർ തിങ്കിങ്. ആൻഡ് കോമൺ സിംറ്റംസ് ഓഫ് ഓവർ തിങ്കിങ്, കോമൺ ഇത് ഉണ്ടോ എന്നുള്ളതിന്റെ, ഓവർ തിങ്കിങ് ഉണ്ടോ എന്നുള്ളതിന്റെ അടയാളങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് വറി, എ പെർസിസ്റ്റന്റ് സെൻസ് ഓഫ് ഡ്രെഡ് ഓർ അണീസ്. നമ്മളെന്താ വെച്ചാൽ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു സുഖമില്ല, ഒരു സുഖമില്ലാത്തൊരവസ്ഥ എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ട്? കോൺസ്റ്റന്റ് വറി മൂലം. അടുത്തത് എന്താ വെച്ചാൽ ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്, ഉറങ്ങാൻ കഴിയുന്നില്ല. റേസിംഗ് തോട്ട്സ് ദാറ്റ് പ്രിവെന്റ് റെസ്റ്റ് എടുക്കാൻ നേരത്തെ ചിന്ത കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് മെന്റൽ എക്സോസ്റ്റൻ, മെന്റലി നമ്മൾ ടയേർഡായി പോകും. ആൻഡ് ഫിയർ ഓഫ് മിസ്റ്റേക്സ് വരുത്തുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ആൻഡ് പാരലൈസ്ഡ് ബൈ ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് റോങ്. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ പാരലൈസ്ഡ് ആവുകയും ചെയ്യും. നമ്മൾ പാരലൈസ്ഡ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായി പോകും, തീരുമാനം എടുക്കാൻ കഴിയാതാവും പേടിച്ചിട്ട്. ആൻഡ് സീക്കിംഗ് റീഅഷുറൻസ്, നീഡിങ് കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ വാലിഡേഷൻ. പുറത്ത് നിന്ന് വേറൊരാളുടെ എക്സ്റ്റേണൽ വാലിഡേഷൻ, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, എല്ലാം ഓക്കെയാണ്, നീ വറീഡ് ആവണ്ട എന്നുള്ള അവസ്ഥ. എനിക്ക് ഒരു കാര്യം പറയാം, ഈ ഓവർ തിങ്കിങ് ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള സമയമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ അടയാളങ്ങളും ഉണ്ടായിട്ടുള്ള. എനിക്ക് നല്ലൊരു ട്രോമ കിട്ടിയ സമയത്ത്, ഇറ്റ്സ് എ വെരി പവർഫുൾ ഇൻറ്റൻസ് ട്രോമ. ഐ കുഡന്റ് എന്താ പറയുക, എനിക്ക് കുറച്ച് ദിവസങ്ങൾ ഉറങ്ങാൻ പറ്റിയിരുന്നില്ല, കുറച്ച് ദിവസം ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഗതികൾ അത് ലിറ്ററലി അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കത് നിങ്ങളോട് പറയുമ്പം ശരിക്കും പറയാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് തോന്നുന്നൊരു കാര്യമാണ് നമുക്കൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരാളോ നമ്മളോട് ഒന്ന് സമാധാനിപ്പിക്കാൻ. അറ്റ്ലീസ്റ്റ് അത് കുറച്ച് ദിവസങ്ങൾ മതി, പിന്നെ സെറ്റിൽ ഡൗൺ ആവും. പക്ഷെ ഇത് ലൈഫ് ലോങ്ങിൽ സംഭവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. ഒരു സർട്ടൺ ട്രോമ സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത് നോർമലാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് ഇതിന് ലൈഫ് ലോങ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ. അപ്പോൾ ഇത് നിങ്ങൾ സീക്കിംഗ് റീഅഷുറൻസ്, ഒരു പുറത്തുനിന്ന് എക്സ്റ്റേണൽ വാലിഡേഷൻ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഓവർ തിങ്കിങ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് കാൺട്ട് എൻജോയ് ദ പ്രസന്റ് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനബിലിറ്റി ടു ബി ഫുള്ളി ഇൻ ദ മൊമെന്റ്, ഈ ഒരു മൊമെന്റ് ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥ അതുണ്ട് എങ്കിൽ എന്താണ്, ഓവർ തിങ്കിങ് ഉണ്ടെന്നുള്ളതാണ്. ആൻഡ് ഹൗ ഓവർ തിങ്കിങ് അഫക്ട്സ് യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ അത് ബാധിക്കുന്നു. ദ കോസ്റ്റ് ഓഫ് ക്രോണിക് ഓവർ തിങ്കിങ്, കണ്ടിന്യൂസ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബിസി മൈൻഡ്, തിരക്ക് പിടിച്ചൊരു മനസ്സിന് അപ്പുറത്തേക്കാണെന്ന് വെച്ചാൽ ഈ ഓവർ തിങ്കിങ് നമ്മളെ ബാധിക്കുക. ഇറ്റ് ജനറലി ക്വയറ്റ്ലി ഇറോഡ്സ് എവറി ഏരിയ ഓഫ് യുവർ വെൽബീങ്, നിങ്ങളുടെ എല്ലാ ഏരിയാസിലേക്കും. ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് വല്ലാണ്ട് കൂടും, ഹാപ്പിനെസ് നഷ്ടപ്പെടും. ഓവർ തിങ്കിങ് ആംപ്ലിഫൈസ് പെർസീവ്ഡ് ത്രെഡ്സ് ആൻഡ് കീപ്സ് ദ നെർവസ് സിസ്റ്റം ഓൺ ഹൈ അലേർട്ട്. ഒരു ഹൈ അലേർട്ടിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം എല്ലായ്പ്പോഴും ഇങ്ങനെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും, എപ്പോഴും ഒരു ത്രെട്ട് മോഡിലായിരിക്കും, എപ്പോഴും ഇങ്ങനെ അലേർട്ട് മോഡിലായിരിക്കും. എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും 100 വട്ടം ആലോചിക്കും, ഭയങ്കരമായിട്ട് അലേർട്ട് മോഡിൽ നിന്നിട്ട് അതെന്നെ കുറിച്ചാണ്, അത് അങ്ങനെ ഒരു തിങ്കിങ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്ത് കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിലും കൂടുതലായിട്ട് ആങ്ഷ്യസ് ആവും, എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് പെർഫെക്റ്റ് ആണ്, ഇത് പെർഫെക്റ്റ് ആണ്, ഇത് അങ്ങനെ ആവണം, ഇത് ഇങ്ങനെ ആവണം, അതെന്താ അങ്ങനെ ആവാത്തത്, ഇതെന്താ ഇങ്ങനെ ആവാത്തത്, അതെന്താ അങ്ങനെ ചെയ്തത്, ഇതെന്താ ഇങ്ങനെ ചെയ്തത്, എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്, എന്തിനാ ഇങ്ങനെ ചെയ്യാൻ പോയത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സോണോ? ഇതിന്റെ പേരിൽ എന്താ വെച്ചാൽ പാർട്ട്ണറുമായിട്ട് വഴക്ക് വരേണ്ടാവും. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരെ എത്തും. ചിലർക്ക് എന്താ വെച്ചാൽ BPD എന്ന് പറയുന്ന അവസ്ഥയുള്ളവരുണ്ട്, ഇവർക്കൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതേപോലെ തന്നെ ബൈപ്പോളാർ എന്ന് പറയുന്ന അവസ്ഥയുള്ളവരുണ്ട്, ബൈപ്പോളാർ. അതും ഇതേപോലെ തന്നെ ചില സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും. ചില സമയത്ത് എന്ന് വെച്ചാൽ ഹൈ എനർജിയിൽ ആവേശം കൊണ്ടിട്ട് ഓവർ തിങ്കിങ്. ചില സമയത്ത് എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടാണ് ഹൈ എനർജിയിൽ പോകുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും,
ലൈക്ക് പിടിവാശിയിലേക്ക് പോകും, അങ്ങനെ ഇൻറ്റൻസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഞാൻ പറയുന്നത് നോർമൽ ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങുള്ള എല്ലാവരും ഇങ്ങനെയാണെന്നല്ല. ഓക്കെ, ഇപ്പം എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇപ്പം ഞാൻ 2 കേസ് പറഞ്ഞത്. BPD അതേപോലെ തന്നെ ബൈപ്പോളാർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്താ വെച്ചാൽ എക്സ്ട്രീം ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇതൊരു നോർമൽ ഓവർ തിങ്കിങ് അല്ല. അതിന് മെഡിസിൻ എടുത്താൽ മാത്രമേ ആ സംഗതികൾ റെഡി ആവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നിങ്ങളുടെ അതല്ല നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് അതല്ല ചർച്ച ചെയ്യുന്നത്. അത് നിങ്ങൾ എന്ന് വെച്ചാൽ ഡയഗ്നോസ് ചെയ്യേണ്ട കാര്യമാണ്, ഒരു സൈക്യാട്രിസ്റ്റ് സംഗതികളൊക്കെ പോയിട്ട് കണ്ടിട്ട്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. ഏതെങ്കിലും അതായത് ഇപ്പോൾ ബൈപ്പോളാർ എന്ന് പറയുന്ന ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ടുള്ള സംസാരമായിരിക്കും, ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിർത്താൻ കഴിയാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക, ഭയങ്കരമായിട്ട് ഇമോഷണലി ടോർച്ചർ ചെയ്യുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്നതാണ്. അല്ല ജസ്റ്റ് തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കേസൊന്നും അല്ല. മനസ്സിലായല്ലോ? അപ്പം നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരം, ഒരാളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, അയാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, ചെറിയ കാര്യത്തിൻ്റെ പുറത്ത് തന്നെ ട്രിഗറായിട്ട് സംസാരിക്കുക, ഹൈ എനർജിയിൽ സംസാരിക്കുക, അതല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തുക, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതിയിലേക്കൊക്കെ പോവുക, കുറ്റപ്പെടുത്തുക, ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുക, ഷൗട്ട് ചെയ്തിട്ട്. ഓക്കെ, അതും കുറച്ച് നേരത്തേക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓവർ തിങ്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അത് വേറെ കേസാണ്. അതല്ലാതെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യമുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാനേജബിൾ ആണ്. ഓക്കെ, സോ അതിന് നമുക്കുള്ള വഴികളൊക്കെയാണ് പറയുന്നത്. സോ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്സസ്, ഓവർ തിങ്കിങ് ആംപ്ലിഫൈസ് പെർസീവ്ഡ് ത്രെഡ്സ് ആൻഡ് കീപ് ദ നെർവസ് സിസ്റ്റം ഓൺ ഹൈ അലേർട്ട്. ഇത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അനാലിസിസ് പാരാലിസിസ് പ്രിവെൻസ് ആക്ഷൻ ആൻഡ് റിഡ്യൂസ് ഔട്ട്പുട്ട് സിഗ്നിഫിക്കൻ്റ്ലി. അതായത് നമ്മൾ എന്താ വെച്ചാൽ ഒരു അനാലിസിസ് പാരാലിസിസ് അവസ്ഥയിലേക്ക് പോകും. ഓവറായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആക്ഷൻ എടുക്കാൻ കഴിയാതെ, ഒരു കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് ആക്ഷൻ എടുക്കാൻ കഴിയാതെ ആകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഔട്ട്പുട്ട് കുറയും. യു കനോട്ട് ഡു എനിത്തിങ്, കാര്യങ്ങൾ പോയിട്ട് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കോൺഫിഡൻസ് ആണ്. നമ്മൾ ആത്മവിശ്വാസത്തെ ബാധിക്കും. കോൺസ്റ്റന്റ് സെൽഫ് ഡൗട്ട് എറോഡ്സ് യുവർ ബിലീഫ് ഇൻ യുവർ ഓൺ എബിലിറ്റീസ്. നമ്മൾ ഓവർ തിങ്കിങ് വല്ലാണ്ട് ബാധിച്ചു, ട്രോമ വല്ലാണ്ട് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഓവറോൾ നമ്മൾ എന്ത് ചെയ്യും, അത് വല്ലാണ്ട് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഡൗട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഓൺ കഴിവുകളെ നമുക്ക് എന്ത് ചെയ്യും, വിശ്വാസം നഷ്ടപ്പെടും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് പോയിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കഴിവിനെ നഷ്ടപ്പെടും. അപ്പോൾ ഇത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്തിട്ടും തെറാപ്പി ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളോട് സെൽഫ് ലവ് കൊടുത്തിട്ടും സെൽഫ് അക്സെപ്റ്റൻസ് കൊടുത്തിട്ടും നമ്മളെ ഓക്കെ ആക്കി ഉള്ളിൽ നിന്ന് സ്ട്രെങ്ത് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണം. ദെൻ വി ഹാവ് ഇന്നർ പീസ്. മനസ്സിലാവുന്നു? റെൻഡ്ലെസ് മെന്റൽ ചാറ്റർ മേക്സ് ജെന്യൂൻ കാം ഫീൽ ഇമ്പോസിബിൾ. അത് വളരെ കാം ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. അത് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അത് ഇമ്പോസിബിൾ ആവും. ആൻഡ് ചില സമയത്ത് ഓവർ തിങ്കിങ് ഭയങ്കര അഡിക്റ്റീവാണ്. സോർണോ ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ ഭയങ്കര അഡിക്റ്റീവായിട്ടുള്ള സാധനമാണ്. ഉള്ളിൽ ഒരാൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര അഡിക്റ്റീവായിട്ട് തോന്നും. അത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കൂളായിട്ട് കാമായിട്ട് നിന്നാൽ പോലും ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. കാരണം അതാണ് ഫെമിലിയർ, പരിചയം. അതാണ് പരിചയമുള്ളത്, ശീലമുള്ളത്, അത് ആവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ഓവർ തിങ്കിങ് ആൾസോ ലീഡ്സ് ടു റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്. അതായത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. റിലേഷൻഷിപ്പ് ആൻഡ് ബേൺ ഔട്ട്, ഇമോഷണൽ ബേൺ ഔട്ട്. ഇതിലേതെങ്കിലും ഒരു പാർട്ണർ എന്താവും, ഇമോഷണലി ബേൺ ഔട്ട് ആവും. ദ മൈൻഡ് വാസ് നെവർ ഡിസ്ഗൈസ്ഡ് ടു റൺ ഫുൾ സ്പീഡ് ഇൻ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ബ്രെയിനിൽ ഒന്നുകിൽ നിങ്ങൾ ബേൺ ഔട്ട് ആവും, അതേപോലെ തന്നെ അവർ ബേൺ ഔട്ട് ആവുന്ന അവസ്ഥ വരും. സ്വാഭാവികമായിട്ട് ബന്ധങ്ങളെ അതെന്ത് ചെയ്യും, ബാധിക്കാൻ തുടങ്ങും. അപ്പം അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ വൈ ഡു പീപ്പിൾ ഓവർ തിങ്ക്? എന്തുകൊണ്ടാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്? റൂട്ട് കോസാണ് പറയുന്നത്. ഒന്ന്, ചൈൽഡ്ഹുഡ് ക്രിറ്റിസം. ചെറുപ്പത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ടോ, ഓവർ തിങ്കിങ് ഉണ്ടാവും.
ഏർലി എക്സ്പീരിയൻസ് ഓഫ് ഹാർഷ് ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ഹാബിറ്റ് ഓഫ് സെൽഫ് മോണിറ്ററിങ്. അതായത് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ എപ്പോഴും നമ്മൾ അറിയാതെ നമ്മളെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായ? മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ നിരീക്ഷിക്കാൻ തുടങ്ങും. ഒരുപാട് കുറ്റപ്പെടുത്തൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്ത് ഓക്കെ ഇത് ഓക്കെ എൻ്റെ അടുത്ത് തെറ്റുണ്ട്, എൻ്റെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ ഷൗട്ടിങ്ങോ കാര്യങ്ങളോ കിട്ടി കഴിഞ്ഞാൽ എനിക്കെന്തോ പ്രശ്നം, ഈ തിങ്കിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോണിറ്ററിങ് ആണ്. ഞാൻ ഓക്കെയാണോ? ഭയങ്കര അവെയർ ആകും, ഭയങ്കരമായിട്ട് അലേർട്ട് ആകും. ഓക്കെ. ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർക്കുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലർ നല്ലോണം സൈലന്റ് ആയി പോകും, ചിലർ നല്ലോണം സംസാരിക്കും. കാരണം ഈ ചിന്തിച്ചു കൂട്ടിയതിനെ കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹിക്കും. പറഞ്ഞോ? ചിലർക്ക് എന്താ വെച്ചാൽ പറയാൻ ഒരുപാടുണ്ടാവും, പറയാൻ കഴിയാതെ ആവും, പാരലൈസ്ഡ് ആവുന്ന അവസ്ഥയുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഫിയർ ഓഫ് ഫെയിലിയർ. ഇത് എവിടുന്ന് വരുന്നത്? റൂട്ട് കോസ് ഒന്ന് പേടിയാണ്, പരാജയപ്പെടുക എന്നുള്ള പേടി. ദ ബിലീഫ് ദാറ്റ് മിസ്റ്റേക്സ് ആർ കാറ്റാസ്ട്രോഫിക് ഡ്രൈവ്സ് എൻഡ്ലെസ് മെന്റൽ റിഹേഴ്സൽ. അതായത് പരാജയപ്പെടുമോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫിയർ ഓഫ് ഫെയിലിയർ വന്നിട്ട് പേടി വരും. ആൻഡ് ഫിയർ ഓഫ് റിജക്ഷൻ. വറിയിങ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻസ് കീപ്സ് ദ മൈൻഡ് ഇൻ കോൺസ്റ്റന്റ് ഇവാലുവേഷൻ മോഡ്. മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് ഫിയർ ഓഫ് റിജക്ഷൻ. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടെന്ന് വെച്ചാൽ ഒരുപാട് വറി ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ഡിസിഷൻസിനെ ബേസ് ചെയ്തിട്ട് അവരെന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഫിയർ. മനസ്സിലാവുന്നുണ്ട്? അത് വന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അവരുടെ ഒപ്പീനിയൻ എന്താണ്, അവരെന്നെ പറ്റി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ, ഇതിൽ നിന്ന് സംഗതികൾ വരാം. നീഡ് ഫോർ കൺട്രോൾ. എല്ലാം എൻ്റെ കൺട്രോളിൽ വേണം എന്നതിന് പുറത്ത് ട്രൈങ് ടു മെന്റലി പ്രിപ്പയർ ഫോർ എവറി ഔട്ട്കം ഇസ് എക്സോസ്റ്റിംഗ് ആൻഡ് ഇമ്പോസിബിൾ. അത് എല്ലാം ഞാൻ കൺട്രോൾ ചെയ്യണം, എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യണം, എല്ലാം ഞാൻ വിചാരിച്ച പോലെ ആവണം. ട്രൈങ് ടു മെന്റലി പ്രിപ്പയർ ചെയ്യുന്ന, മനസ്സിലാവുന്നത്? ആ ഒരു ഫോർ എവറി ഔട്ട്കം, എല്ലാ ഔട്ട്കത്തിനും, എല്ലാ കാര്യങ്ങളുടെ അത് മെന്റലി നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട്, ആൻഡ് ദാറ്റ് ഇസ് സോ എക്സോസ്റ്റിംഗ്. എനിക്കത് കൺട്രോൾ ചെയ്യും, എനിക്കിത് കൺട്രോൾ ചെയ്യും, ആ നീഡാണ്. അപ്പൊ കൺട്രോൾ ചെയ്യാനുള്ള നീഡ് ഒഴിവാക്കണം. യു നീഡ് ടു ലെറ്റ് ഗോ. ഇറ്റ്സ് ഓക്കെ. പെർഫെക്റ്റ് ആവണം, ബെസ്റ്റ് ആവണം, ഞാൻ വിചാരിച്ച പോലെ വേണ്ട. ഇറ്റ്സ് ഓക്കെ. ഇപ്പം എന്താ പറയേണ്ടത്? ഇറ്റ്സ് ഓക്കെ. ഒരാൾ അങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ. ഒരാൾ ഇങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ. എൻ്റെ പാർട്ണർ ഇങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആ കൺട്രോളിങ് അത് ഓവർ തിങ്ക് ചെയ്യാം. നമുക്ക് ട്രോമ ഉള്ളത് കൊണ്ടാണ്. ആൻഡ് അൺഹീൽഡ് വോൺസ്. അതാണ് പാസ്റ്റ് ഇമോഷണൽ പെയിൻ റീസർഫേസസ് ആസ് റിപ്പീറ്റീവ് ഇൻട്രൂസീവ് തോട്ട്സ്. ട്രോമ ഒരുപാടുണ്ടായി, നല്ല പെയിൻഫുൾ ആയിട്ടുള്ള മുറി വിട്ടിട്ടുണ്ട്, അതവിടെ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലാക്ക് ഓഫ് സെൽഫ് ട്രസ്റ്റ്. സ്വന്തത്തിൽ വിശ്വാസമില്ലായ്മ. നോട്ട് ബിലീവിങ് ഇൻ യുവർ ഓൺ ജഡ്ജ്മെന്റ് ലീഡ്സ് ടു എൻഡ്ലെസ് സെക്കൻഡ് ഗെസ്സിങ്. നമുക്ക് നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? അത് ട്രസ്റ്റ് ഉപയോഗിക്കണം. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ശരിയാവും, എല്ലാം നടക്കും, എല്ലാം ഓക്കെയാണ്, യു ക്യാൻ ഡു ഇറ്റ്. ഇല്ലെങ്കിൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ള സെക്കൻഡ് ഗസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. മനസ്സിലായോ? ദെൻ ഓവർ തിങ്കിങ് സൈക്കിൾ. ഓവർ തിങ്കിങ്ങിന്റെ സൈക്കിൾ എന്താണ്? വൺസ് ദ മൈൻഡ് എൻറ്റേഴ്സ് ദിസ് ലൂപ്പ്, ഈച്ച് സ്റ്റേജ് ഫീഡ്സ് ദ നെക്സ്റ്റ്, ക്രിയേറ്റിംഗ് എ സെൽഫ് റീഇൻഫോഴ്സിംഗ് ട്രാപ്പ് ദാറ്റ് ഫീൽസ് ഇമ്പോസിബിൾ ടു എസ്കേപ്പ്. ഒരു പ്രാവശ്യം നമ്മൾ ഇതിലേക്ക്, വൺസ് ദ മൈൻഡ് എൻറ്റേഴ്സ് ദ ലൂപ്പ്, ഈ ലൂപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈച്ച് സ്റ്റേജ് ഫീഡ്സ് ദ നെക്സ്റ്റ്. ഓരോ സ്റ്റേജിലൊന്നും മനസ്സിലാവുണ്ടോ? ഒരു ലൂപ്പാണത്. അതിൽ ഒന്നിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ട്രിഗറിങ് ഉണ്ടാവും. എന്തെങ്കിലും ട്രോമ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ ട്രിഗർ ചെയ്യുന്ന സാധനം, പിന്നെ നെഗറ്റീവ് തോട്ട് വരും, പിന്നെ അതിൽ നിന്നൊരു പേടി വരും, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ദെൻ വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചതിൻ്റെ പേരിൽ അത് ട്രിഗറായി, വീണ്ടും നെഗറ്റീവ് തിങ്കിങ് ആയി. മനസ്സിലാവുണ്ടോ? പിന്നെ ദുഃഖിച്ചതിനെ കുറിച്ച് ദുഃഖിക്കുകയാണ്, ഞാൻ എന്താ ഇങ്ങനെയാണ്. എസോനോ അല്ലേ? വിഷമിച്ചതിനെ കുറിച്ചാണ് പിന്നെ വിഷമിക്കുന്നത്. എസോർണോ? Yeah. Yes. Yeah. So അത്തരത്തിലുള്ള സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ലൈഫിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ
ഇത് നമുക്ക് ഒഴിവാക്കാൻ എന്താ വഴി? ട്രൂത്ത് അബൌട്ട് തോട്ട്സ്, ചിന്തകളെ കുറിച്ചിട്ടുള്ള ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നോട്ട് എവറി തോട്ട് ഇറ്റ്സ് ട്രൂ. എല്ലാ ചിന്തകളും ശരിയല്ല. ദ മൈൻഡ് ജനറേറ്റ്സ് തൗസൻഡ്സ് ഓഫ് തോട്ട്സ് ഡെയിലി. മോസ്റ്റ് ആർ നോയ്സ്, നോട്ട് റിയാലിറ്റി. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു സത്യമാണ്, എല്ലാ ചിന്തകളും ശരിയല്ല. എല്ലാ ചിന്തകളും ശരിയല്ല, സത്യങ്ങളല്ല. അതൊക്കെ വെറും ചിന്തകൾ മാത്രമാണ്, ജസ്റ്റ് നോയ്സ് ആണ്. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാം. നമുക്കത് അവോയ്ഡ് ചെയ്യാം. എല്ലാ ചിന്തകളും എന്തല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതല്ല. ബ്രെയിനിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ചിന്തകൾ ജനറേറ്റ് ചെയ്യണം. ഒരു ഡെയിലി കുറേ ഒരു കോട്ടയുണ്ട്, ഇത്ര ചിന്തകൾ വരും, അത് നാച്ചുറലാണ്. ആ ചിന്തകൾ കുറേ ചിന്തകൾ വരും, അത് നാച്ചുറലാണ്. അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നതിനനുസരിച്ച് അത് കുറയും. പക്ഷേ നോട്ട് എവറി തോട്ട് ഈസ് ട്രൂ. എല്ലാ ചിന്തകളും ശരിയല്ല. തോട്ട്സ് ആർ മെന്റൽ ഇവന്റ്സ്. അത് മനസ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്, റിയൽ ഇവന്റ് അല്ല. എ തോട്ട് ഈസ് സിംപ്ലി എൻ ഇവന്റ് ഇൻ ദ മൈൻഡ്, ലൈക്ക് എ ക്ലൗഡ് പാസിംഗ് ത്രൂ ദ സ്കൈ. ഒരു ആകാശത്തിലൂടെ എന്ന് വെച്ചാൽ ഒരു മേഘം ഇങ്ങനെ കടന്നു പോകുന്ന പോലെ ഒരു ചിന്ത വരും, അല്ലെങ്കിൽ കുറച്ച് കൂട്ടം ചിന്തകൾ വരും. ആ ചിന്തകൾ വന്നോട്ടെ, അത് പൊയ്ക്കോട്ടെ. അതെന്തല്ല, ഒന്നത് റിയൽ അല്ല, രണ്ടത് സത്യമല്ല. അത് വെറുതെ കുറെ ചിന്തകൾ നടക്കും. അതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആകേണ്ട കാര്യമില്ല. നമ്മൾ സീരിയസ് ആവുന്നുണ്ടെങ്കിൽ വെറുതെ ഞാൻ സീരിയസ് ആവുകയാണ്, അത് ചിന്തകൾ വെറുതെ വരികയാണ്. അത് വന്നോട്ടെ, പൊയ്ക്കോട്ടെ. എന്താണ്, അത് വന്നോട്ടെ, അത് പൊയ്ക്കോട്ടെ. അതൊരു ദിവസം ഇത്ര ചിന്തകൾ വെറുതെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, ചിന്തകൾ വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നെഗറ്റീവ് ചിന്തകൾ വരുന്നേ? അതൊന്നുമില്ല, നമ്മളത് ശീലിച്ചത് കൊണ്ടും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പെയിന്, ട്രോമ സംഗതികൾ, കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും, മുറിവുകൾ ഉള്ളത് കൊണ്ടും ഒക്കെ ഇങ്ങനെ ബോഡി എപ്പോഴും എന്താണ്, ഒരു അലർട്ട് മോഡിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. പിന്നെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നമ്മൾ ഫോക്കസ് പലപ്പോഴും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ നല്ല എക്സസൈസ് ചെയ്യുക, ചിന്തകളുടെ അളവ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അപ്പോൾ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു 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 വരും. കാമായിട്ടുള്ള മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് ആസ്വദിക്കുക, ലൈഫിനെ പോസിറ്റീവായിട്ട് കാണുക. ഓക്കെ, യു ആർ ദ ഒബ്സർവർ, യു ആർ നോട്ട് യുവർ തോട്ട്സ്, യു ആർ ദ അവയർനെസ് ദാറ്റ് വാച്ചസ് ദ റൈസ് ആൻഡ് പാസ്. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒബ്സർവറാണ്, നിരീക്ഷകനായിട്ട് നിൽക്കണം. ചിന്തകളെ ഇങ്ങനെ നോക്കി നിൽക്കണം. കൊള്ളാലോ, നീ എപ്പോൾ വന്നു, എന്തൊക്കെയാണ് വിശേഷം, സുഖമല്ലേ, എന്നാ വിട്ടോ. ഈ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കണം. ചിന്ത വരുന്ന സമയത്ത് നമ്മളൊരു നിരീക്ഷകനായിട്ട് നിൽക്കണം. നിങ്ങളല്ല ചിന്ത, നിങ്ങൾ ചിന്തകളെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. നിങ്ങളും നിങ്ങളുടെ ചിന്തകളും ഒന്നായി മാറരുത്. നിങ്ങൾ നിങ്ങളുടെ റോള് വിടരുത്. നിങ്ങൾ ആരാണെന്ന് മറക്കരുത്. നിങ്ങൾ ഒബ്സർവറാണ്, നിരീക്ഷകനാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കൊരു തോട്ട് വരികയാണ്, വേറൊരു ആരോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വേറെ ആരോ പറഞ്ഞിരുന്ന പോലെ ചിന്ത വരുന്നു. ഈ ചിന്ത വരുമ്പോൾ നമ്മൾ എന്താണ്, ആഹാ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ. നമ്മളെ ചിന്തയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇതാണ് ചിന്ത. മനസ്സിലായോ? ചിന്തകൾ വെറും ചിന്തകളായിട്ട്, തോട്ട്സ് ആയിട്ട്, വെറും വൈബ്രേഷൻ ആയിട്ട്, പല വൈബ്രേഷൻ ഉണ്ട്. ഒരേ സമയത്ത് തന്നെ പല വൈബ്രേഷൻ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അതിൽ ഏത് വൈബ്രേഷനിലേക്കാണ് ഈ ഒബ്സർവർ നോക്കേണ്ടത്? പോസിറ്റീവോ നെഗറ്റീവോ? അതായത് കുറച്ച് ദൂരെ നിന്നിട്ട് നമ്മളെ നിരീക്ഷിക്കാം, നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാം. പിന്നെ അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ ഇപ്പൊ പിന്നെ ഇതാണ് പരിപാടി. എന്ത് മെയിൻ പരിപാടി എന്താ? ചിന്തകൾ എന്താണെന്നുള്ളത് നോക്കി ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിരിക്കുക. നോ, ജസ്റ്റ് എന്താ പറയാ, ഒരു 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 എന്താ പറയാ, ഇങ്ങനെ വരുമ്പോൾ ഒന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഓക്കെ, ഇങ്ങനത്തെ ചിന്തകൾ വരുന്നുണ്ട്, നല്ലതല്ല. ഓക്കെ, അത് വേണ്ട, ക്യാൻസൽ. എന്താ പറയേണ്ടത്? വേണ്ടാത്തൊരു ചിന്ത വരുമ്പോൾ അതിങ്ങനെ പറയുമ്പം, അതായത് നിങ്ങൾ ഹോട്ടലിൽ ചെന്നു എന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു, നിങ്ങൾക്ക് വേണ്ടാത്ത ഫുഡ് ഉണ്ടെന്നു, നിങ്ങൾ എന്ത് പറയും? ഓർഡർ ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ.
വേണ്ട കേട്ടോ. നല്ല ചിന്തകളുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കാം. വേണ്ടാത്ത ചിന്തകൾ വരുമ്പോൾ ക്യാൻസൽ. നല്ല ചിന്തകൾ എന്തൊക്കെയാണ്? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം. നല്ല ചിന്തയാണ്. എന്തൊക്കെ നല്ലതുണ്ട്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, ഓക്കെ. നിങ്ങൾക്ക് ലൈക്ക് ആർ യു എൻജോയിങ് ദ സെഷൻ? Yes, sir. Yes, sir. Very interesting. ഓക്കെ. അപ്പം Yes, sir. യെസ്. സോ നിങ്ങൾ അടുത്തതെന്ന് വെച്ചാൽ യു ചൂസ് വാട്ട് ടു ബിലീവ്. നിങ്ങൾക്ക് എന്താണോ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലുണ്ട്? ചിന്തകൾ വേറെ, വിശ്വാസം വേറെ. ചിന്ത ഒരു ചിന്ത മാത്രമാണ്. അതൊരു ഒരു ന്യൂറോൺസ് അടുത്ത ന്യൂറോൺസിലേക്ക് ഫയർ ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയോ ചില സംഗതികൾ നമ്മളുടെ മെമ്മറി ട്രിഗർ ആവുന്നു, അല്ലെങ്കിൽ മെമ്മറിയെ ബേസ് ചെയ്തുകൊണ്ട് ചില ചിന്തകൾ ഫോം ചെയ്തു വരുന്നു. അതെന്താണ് ചിന്ത? ചിന്ത ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ നിങ്ങളെപ്പറ്റി ഒരു കാര്യം പറഞ്ഞു, അത് അവൻ എന്നെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനോട് ഇമോഷൻ ചേർക്കാം. ഓക്കെ, വികാരം ചേർക്കാം. വികാരം ചേർത്തില്ലെങ്കിൽ, അതിൽ വികാരം ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വെറും വാക്കുകൾ മാത്രമാണ്. സ്വർണം ഒരു Yes. എക്സാമ്പിൾ ജസ്റ്റ് അത് പ്രാക്ടിക്കലി Yes, പറഞ്ഞത്. yes. റാഹിബിനെ കുറിച്ച് ഞാൻ പറയാണ്. റാഹിബ്, നീ എന്നെ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഭയങ്കര ഇമോഷൻ ഉണ്ട് അല്ലേ? ഭയങ്കര ഇമോഷണൽ കൂടിയും പറഞ്ഞു, നീ എന്നെ ചീറ്റ് ചെയ്തില്ലടാ, നീ എന്നെ അങ്ങനെ ചെയ്തില്ലടാ എന്നുള്ള ഞാൻ പറഞ്ഞു. ദർ ഇസ് ഇമോഷൻ ടു ഇറ്റ്. അപ്പോൾ റാഹിബിനും ഭയങ്കര വിഷമാവും, എനിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചിലപ്പോൾ എന്തും ആലോചിച്ച് എനിക്ക് വിഷമാവും. പക്ഷെ അതിന് പകരം ഞാൻ പറയണം, റാഹിബ് എന്നെ ചതിച്ചു. അതിൽ അത്ര ഇമോഷൻ ഉണ്ടാവില്ല. റാഹിബ് എന്നെ ചതിച്ചു. ജസ്റ്റ് എന്താ വെച്ചാൽ ഒരു സിംഗിൾ വേർഡ് മാത്രമാണ്, ഇമോഷൻ ഇല്ലാതെ സംസാരിക്കാം. അല്ലെങ്കിൽ റാഹിബ് എൻ്റെ പണം മോഷ്ടിച്ചു എന്ന് പറയാം. റാഹിബ് എൻ്റെ പണം മോഷ്ടിച്ചു, റാഹിബ് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇമോഷൻ ഇസ് വെൻ യു ആഡ് ഇമോഷൻ, ദാറ്റ് ബിക്കം സംതിങ് എൽസ്. അതിനൊരു മീനിങ്, അർത്ഥം ലഭിക്കുമ്പോഴാണ് അത് നെഗറ്റീവോ പോസിറ്റീവോ നല്ലതോ ചീത്തയോ സുഖമുള്ളതോ അല്ലാത്തതോ ആയി മാറുന്നത്. അതല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് അതിനിട്ട് കഴിഞ്ഞാൽ അതൊരു വെറും വാക്ക് മാത്രമാണ്, ജസ്റ്റ് എ വേർഡ്. ടെക്നിക്കലി അതൊരു വേർഡ് മാത്രമാണ്. എന്ന് പറഞ്ഞതുപോലെ ടെക്നിക്കലി ചിന്ത എന്താണ്? ചിന്ത വെറും ചിന്ത മാത്രമാണ്. ടെക്നിക്കലി എന്താണ്? ചിന്ത ഒരു തരംഗമാണ്, അത്രേ ഉള്ളൂ. ചിന്ത ഒരു വൈബ്രേഷൻ മാത്രമാണ്. അതിന് മീനിങ് കൊടുക്കുന്ന ആരാ? നമ്മളാ. അതിനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു ചിന്ത വരുമ്പോഴേക്കും അതൊരു തരംഗം മാത്രം, വെറുതെ ആവശ്യമില്ലാത്തൊരു തരംഗം വരുന്നുണ്ട്, ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്, ഒരു സിഗ്നൽ ഫയർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ചിന്തിച്ചിട്ട് പോട്ടെ, ക്യാൻസൽ എന്ന് പറഞ്ഞ് തട്ടി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കണം. ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കണം. ഇത് ഇത്രയും കാലം അതിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് അതിനെ ഉള്ളിലേക്ക് എടുത്ത് ആസ്വദിച്ച് വല്ലാണ്ട് പെയിനൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. നെഗറ്റീവ് ചിന്തകളെയും ചിന്തിക്കുന്നതിനെയും പെയിനിനെയും എല്ലാത്തിനെയും ഭയങ്കരമായിട്ട്. ആൻഡ് ദാറ്റ് ഈസ് സോ വിക്ടിംഹുഡ്, റൈറ്റ്? നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കെന്താ വെച്ചാൽ നമ്മളൊരു വിക്ടിമായി മാറണം. വിക്ടിമായി മാറുമ്പോൾ നമുക്കിങ്ങനെ അതിലിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു വിക്ടിമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്, ഭയങ്കര രസമാണ്. കാരണം എന്താ? എല്ലാ ഹീറോസും വിക്ടിമാണ്. എല്ലാ ഹീറോകളും ഒരു സങ്കട കഥകളും വിഷമങ്ങളും കഥകളും സംഗതികളുണ്ട്. അപ്പം നമുക്കൊരു ഹീറോ ആയിട്ട് ഫീൽ ചെയ്യും, ഹീറോയിനായിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന കഥകളിലൊക്കെ അങ്ങനെയാണ്. അപ്പം നമുക്ക് നമ്മളുടെ ഒരു കഥാലോകം ഉണ്ടാകും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഹീറോയിക് വേൾഡ് ഉണ്ടാവും. ആ ഒരു വേൾഡ് നമ്മുടെ മൈൻഡിലുണ്ടാവും. എൻ്റെ കഥ ഇതാണ്, എൻ്റെ ലൈഫ് ഇതാണ്, അല്ലേ? ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് വലുതാകുമ്പോൾ എൻ്റെ ഒരു ആത്മകഥ എഴുതണം, പ്രത്യേകിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് എനിക്ക് അതിനെക്കുറിച്ച്, ഞാൻ അനുഭവിച്ചതിനെക്കുറിച്ച്, ഞാൻ എൻ്റെ കഥകൾ, എൻ്റെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ പറയണം. സോ ഇറ്റ്സ് ലൈക്ക് വി ബിൽഡ് എ വേൾഡ്. ഉള്ളിലൊരു ലോകം ഉണ്ടാക്കും, ലോകം ഉണ്ടാക്കിയിട്ട് അവരുടെ കഥയുണ്ടാവും. ആ കഥയിൽ ഒരു ഹീറോ ഉണ്ടാവും. ആ ഹീറോ ആയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. സോ ദെൻ യു ഇമോഷണലി അറ്റാച്ച്ഡ് വിത്ത് ദ തോട്ട്സ്. ചിന്തകളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ശീലിച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ ചിന്തകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? യു ആർ എൻ ഒബ്സർവർ. നിങ്ങൾ ഒബ്സർവറാണ്. നിങ്ങൾക്ക് എന്ത് ചിന്തകൾ വരുന്നു, ഏതൊക്കെ ചിന്തകളിൽ ഞാൻ അഡിക്റ്റഡ് ആയത്, എൻ്റെ ലൈഫ് ഇത്രയും കാലം കൊണ്ടുപോയത് ഒരു കൺട്രോളില്ലാതെ പോയത് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ. സോ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. നിങ്ങളെ ഒബ്സർവ് ചെയ്യുക.
ജസ്റ്റ് ചിന്തകൾ വെറും ചിന്തകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. യു ചൂസ് വാട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ചിന്ത സ്വീകരിക്കാം, ഏത് ചിന്തയാണ് നിങ്ങൾക്ക് സ്വീകരിക്കുന്നത്, ഏത് ചിന്ത വിശ്വസിക്കണം, ഏത് ചിന്ത വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ലത് മാത്രം വിശ്വസിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം വിശ്വസിക്കുക, അല്ലാത്തതൊക്കെ എടുത്ത് കളയാം. ഇറ്റ്സ് ഓക്കെ. പെയിന് തരുന്നതെല്ലാം എടുത്ത് കളയുക, വിഷമം തരുന്നതെല്ലാം എടുത്ത് കളയുക. യു ഹാവ് ടു ലെറ്റ് ഗോ. യു ഡു നോട്ട് നീഡ് ടു ബിലീവ് എവറിത്തിങ് യുവർ മൈൻഡ് സേസ്. മനസ്സ് പറയുന്ന എല്ലാം നിങ്ങൾ വിശ്വസിക്കരുത്. യു ഹാവ് എ ചോയ്സ്. നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിനുള്ള അവകാശമുണ്ട്. കാരണം നിങ്ങളല്ല നിങ്ങളുടെ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിനുള്ളിൽ വരുന്ന ചിന്തകൾ, അല്ലെങ്കിൽ ബ്രെയിനിൽ വരുന്ന ചിന്തകൾ, ആ ചിന്തകൾ നിങ്ങളെല്ലാം വിശ്വസിക്കേണ്ടത്. അത് കുറേ എണ്ണം വെറും പൊട്ട ചിന്തകൾ മാത്രമാണ്. അത് അങ്ങനെയാണല്ലായിരുന്നു. ഒരു പെയിൻ അനുഭവിച്ച ആൾക്കാർക്ക് ഒരുപാട് പൊട്ട ചിന്തകൾ വരും. അത് വെറും പൊട്ട ചിന്തകളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല, ഉപകാരമില്ല. അതിനെ ആസ്വദിക്കേണ്ട ആവശ്യമില്ല, എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ലെറ്റ് ഗോ. വന്നല്ലോ, ഓക്കെ, ക്ലിയർ ആണോ? ആൻഡ് വൈ ഡിഫിക്കൽട്ട്, എന്താ പറയുക, ഇതിൻ്റെ ഒരു റിയൽ റീസൺ എന്താണ്? ഇന്നർ പീസ് ഫീൽസ് ഡിഫിക്കൽട്ട്. മനസ്സിൽ സമാധാനം കൊണ്ടുവരുന്ന ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ഇന്നർ പീസ് ഇസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ്. നമ്മൾ തിരിച്ചറിയേണ്ടത് മനസ്സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല. ഇന്നർ പീസ് ഇസ് ദ എബിലിറ്റി ടു റിമെയിൻ കാം ഡിസ്പൈറ്റ് പ്രോബ്ലംസ്. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും കാമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ ഇന്നർ പീസ് എന്ന് പറയുന്നത്. ഒരു മിത്ത് ഉണ്ട്. പീസ് വിൽ കം വെൻ ഓൾ മൈ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ആൻഡ് ലൈഫ് ഇസ് പെർഫെക്റ്റ്. ജീവിതം ഭയങ്കര പെർഫെക്റ്റ് ആകുമ്പോഴും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ്, എന്താ പറയാ, മിത്തുണ്ട് ലൈഫിൽ. എന്ന് ചിന്തിക്കുന്ന മിത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു മിത്താണ്, മിഥ്യാധാരണ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വേണം എനിക്ക് ലൈഫ് ആസ്വദിക്കാൻ, എനിക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വേണം എനിക്കിലേക്കിനോ ഒരു ട്രിപ്പ് പോകാൻ, എനിക്ക് എല്ലാ പ്രശ്നമോ. ദ ട്രൂത്ത് എന്താണ്? പീസ് ഈസ് എ സ്റ്റേറ്റ് യു കൾട്ടിവേറ്റ് വിത്തിൻ യുവർ സെൽഫ് ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് എന്താണോ, അവസ്ഥ എന്താണോ, പുറത്തുള്ള സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമാധാനത്തിൻ്റെ ഒരു അവസ്ഥയാണ് സമാധാനം എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ് ആണ്. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. പുറത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ചോയ്സ് ആണ്. നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് എന്താണ്? ഒന്നാമത്തെ ടെക്നിക്ക് അവെയർനെസ് ആണ്. അവെയർ ആവുക എന്നുള്ളതാണ്. അവെയർനെസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ സ്റ്റെപ്പ് ടു ഫ്രീഡം ഫ്രം ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ്ങിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അവെയർനെസ് ആണ്. ബിഫോർ യു ക്യാൻ ചേഞ്ച് യുവർ തോട്ട് പാറ്റേൺ, യു മസ്റ്റ് നോട്ടീസ് വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോട്ടീസ് ചെയ്യുക. ഇടയ്ക്ക് എന്ത് ചെയ്യുക? ചിന്തിക്കുക. വാട്ട് ആം ഐ തിങ്കിങ് റൈറ്റ് നൗ? ചോദിക്കുക. എന്താ വേണ്ടത്? അവെയർനെസ്സിന് എന്താ വേണ്ടത്? ബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. അവെയർനെസ് എന്ന് പറയുന്നത് ബോധം ഉണ്ടാവുക. നമ്മൾ ബോധമല്ലാതെ ഇങ്ങനെ ചിന്തിച്ചു കൂടരുത്. ബോധത്തോട് കൂടി നിരീക്ഷിക്കുക. ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ചിന്തിക്കുക. ഞാൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. 2-3 പ്രാവശ്യം വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. ചിന്തിക്കുന്നത് എന്താണെന്നുള്ളത് ചിന്തിക്കുക, തീരുമാനിക്കുന്നത് എന്താണെന്നുള്ളത് ചിന്തിക്കുക, എന്താണ് ഫീൽ ചെയ്യുന്നത് ഉള്ളത് ചിന്തിക്കുക. ജസ്റ്റ് ഇസ് ഇറ്റ് റൈറ്റ്, ഇസ് ഇറ്റ് കറക്റ്റ്, ഇതിങ്ങനെ തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത്, ഇതിങ്ങനെയാണോ? ജസ്റ്റ് ഒന്ന് ചോദിക്കുക. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്? വാട്ട് ആം ഐ തിങ്കിങ് റൈറ്റ് നൗ? ജസ്റ്റ് ഒന്ന് കുറച്ച് ചിന്തിക്കുക. പോസ് ആൻഡ് നെയിം ദ തോട്ട് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതെന്ത് ചിന്തയാണ്? ഇതെന്തിനെ കുറിച്ചാണ്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ആൻഡ് ഈസ് ദിസ് ഹെൽപ്പിംഗ് മീ? ഇതെന്നെ സഹായിക്കുന്നുണ്ടോ? എൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്താൻ സഹായിക്കുന്ന ചിന്തയാണോ? അതല്ല എന്നെ സ്റ്റക്കാക്കുന്ന ചിന്തയാണോ? എന്നെ തളർത്തുന്ന ചിന്തയാണോ? എന്നെ ഉറക്കം കെടുത്തുന്ന ചിന്തയാണോ? ആണെങ്കിൽ ക്യാൻസൽ. അല്ല യൂസ്ഫുൾ ആണെങ്കിൽ ഓക്കെ, ഫൈൻ, ഗുഡ്. ഇനി ഇതിൻ്റെ പുറത്ത് എന്താ ഞാൻ ചിന്തിക്കേണ്ടത്? ആം ഐ സോൾവിങ് ഓർ സഫറിങ്? ഞാൻ ഈ ഒരു ചിന്ത ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ചിന്തിക്കുന്നത്? അതല്ല ഈ ചിന്തിച്ച് ഞാൻ വിഷമിച്ചു പോവുകയാണ്, ഈ ചിന്തയിലൂടെ കടന്നു പോയിട്ട് ഞാൻ ഡൗൺ ആയി, പെയിനായി അനുഭവിച്ച് സഫർ ചെയ്യുകയാണോ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകാം? സോ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൊഡക്റ്റീവ് പ്രോബ്ലം സോൾവിങ് ആൻഡ്
സർക്കുലർ റൂമിനേഷൻ. ഞാൻ ഒരു വട്ടത്തിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങാന്ന് പറയില്ലേ. സോ അവയർനെസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫ്രീഡം. യു കനോട്ട് ചേഞ്ച് വട്ട് യു ഡു നോട്ട് നോട്ടീസ്. നിങ്ങൾ നിരീക്ഷിക്കാത്ത, നിങ്ങൾ നിരീക്ഷിച്ച് നോട്ടീസ് ചെയ്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാത്ത ഒരു സാധനം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങൾ നോട്ടീസ് ചെയ്യണം. എന്താ നോട്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാധനത്തിനെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. അപ്പൊ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കലാണ്. ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ എന്താ ഈ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചിന്തകളുടെ ഒരു കൺട്രോൾ നമുക്ക് കിട്ടിത്തുടങ്ങും. സോ ടെക്നിക് 2, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ അതൊരു പണിയാക്കി എടുക്കരുത്. എപ്പോഴും അതും പ്രൊഡക്റ്റീവ് ആണോ എന്ന് ആലോചിക്കണം. അതും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്ത് ജസ്റ്റ് എപ്പോഴും ആലോചിക്കുക, എൻ്റെ ചിന്ത എനിക്ക് യൂസ്ഫുൾ ആണോ? എൻ്റെ ചിന്ത എൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നോ? അതല്ല എന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? ആലോചിക്കുക. ക്ലിയർ? ടെക്നിക് നമ്പർ 2, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ റിട്ടേൺ ടു നൗ. നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് എന്ത് ചെയ്യുക? തിരിച്ചു വരാൻ ശ്രമിക്കുക. ഈ ഒരു നിമിഷത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഓവർ തിങ്കിങ് മൈൻഡ് ലിവ്സ് ഇൻ ദ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. എപ്പോഴും പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആയിരിക്കും ഓവർ തിങ്ക് ചെയ്യുന്ന മൈൻഡ് ഉണ്ടാവുക. അപ്പൊ ഇപ്പോൾ എന്തുണ്ട്? ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ എവിടെയാണ്? ഇപ്പോൾ, അതായത് ഇപ്പൊ എന്ത് പ്രശ്നം നടക്കുന്നു എന്നുള്ളതല്ല കേട്ടോ. ചിലർ ഉദ്ദേശിച്ചാൽ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ, എൻ്റെ ലൈഫിൽ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ കുറെ ചിന്തിക്കുന്നവരുണ്ട്. അതുമല്ല, പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിക്കുകയല്ല, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയല്ല. ഇപ്പോൾ നിങ്ങൾ എവിടെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നിങ്ങൾ നിൽക്കുകയാണോ, ഇരിക്കുകയാണോ, ഫുഡ് കുക്ക് ചെയ്യുകയാണോ, ഡ്രൈവ് ചെയ്യുകയാണോ? ആ നിമിഷത്തിൽ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നിരീക്ഷിക്കുക. അപ്പോൾ പ്രസന്റിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എപ്പോഴും അത് ആസ്വദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സമാധാനം എപ്പോഴും ഈ നിമിഷത്തിലേ ഉള്ളൂ. ഭാവിയിൽ സമാധാനമില്ല. ഒന്നുകിൽ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആങ്സൈറ്റി. ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ? യാ, ക്ലിയർ? അല്ലെങ്കിൽ Clear, sir. പാസ്റ്റ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് റിഗ്രറ്റ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ, വറി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് അങ്ങനെ കൂടുതലായിട്ട് പോകാതെ പ്രസന്റ് മൊമെന്റിൽ എന്തുണ്ട്, എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് യുവർ ബ്രീത്തിങ്. നിങ്ങളുടെ ശ്വസനത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത് അതൊന്ന് ആസ്വദിക്കുക. ഫോളോ യുവർ നാച്ചുറൽ റിതം ഓഫ് ഈച്ച് ഇൻഹേൽ ആൻഡ് എക്സേൽ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പതിയെ പുറത്തേക്ക് എടുക്കുന്നു. ദ ബ്രെത്ത് ഈസ് ഓൾവേസ് ദ പ്രസന്റ്. ബ്രെത്ത് എപ്പോഴും പ്രസന്റിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രസന്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ എന്താ ചെയ്യുന്നത്? ബ്രീത്ത് എടുക്കുക, ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ലോങ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, അത് ആസ്വദിച്ച് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. മറിച്ച് എന്താ, നോർമൽ ഇത് എപ്പോഴും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ബ്രെത്തിലേക്ക് എപ്പോഴൊക്കെയാണ് തിങ്കിങ് കടന്ന് കൈവിട്ട് പോകുന്നത്, ആ സമയത്ത് ബ്രീത്തിങ് എടുക്കുക, ഡീപ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് സാധാരണ ശ്വസിക്കുന്ന ശ്വാസം ഉണ്ടല്ലോ, അതൊന്ന് ആസ്വദിക്കുക. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ആർ യു റെഡി? ഇഫ് യു റെഡി, ലെറ്റ്സ് ട്രൈ ചെയ്താൽ. Yes, sir. റെഡി ആയിട്ടുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേ, യെസ് ഐ എം റെഡി എന്നുള്ളത്. Just comment on ready. If you are ready, just comment on RE എന്ന് കമന്റ് ചെയ്തോ. റെഡി. എത്ര പേര് കമന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, റിലാക്സ് ആയിട്ടിരുന്നതിന് ശേഷം ജസ്റ്റ് നെറ്റിൽ നിവർന്നിരിക്കുക. നിങ്ങൾ പതിയെ നിങ്ങളുടെ ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അല്ല മെഷീൻ അങ്ങോട്ടുണ്ടാക്കുക. ദീർഘശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക.
മാത്രം ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ ശ്വസിക്കുക. ഇപ്പോൾ സാധാരണ രീതിയിലാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. ശ്വസനത്തിൻ്റെ താളം ആസ്വദിക്കുക. മൂക്കിനുള്ളിലൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, അത് നെഞ്ചിൽ പ്രവേശിക്കുന്നു. നെഞ്ചിൻ്റെ താളം ആസ്വദിക്കുക. തിരിച്ച് ശ്വാസം പുറത്തേക്ക് വിടുന്നു, അപ്പുറത്തേക്ക് വിടുന്നത് അപ്പുറത്തേക്ക് വരുന്നതും ആസ്വദിക്കുക മൂക്കിനുള്ളിലൂടെ. അതിൻ്റെ ആ ഒരു ശ്വസനത്തിൻ്റെ ഉള്ളിലേക്കുള്ള പുറത്തേക്കും ഉള്ളിലേക്കും വരുന്ന യാത്ര, അതിൻ്റെ താളം, ആ സമയത്തുള്ള ശരീരത്തിൻ്റെ നെഞ്ചിൻ്റെ താളം, സാധാരണ ശ്വസിക്കുമ്പോഴുള്ള ആ താളം ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ ഒരു സമാധാനം അതീ നിങ്ങളിലേക്ക് വരുന്നു. ഈ സമയത്ത് ചിലപ്പോൾ പല ചിന്തകളും വന്നേക്കാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ പതിയെ തിരിച്ചു കൊണ്ടുവരാം നിങ്ങളുടെ ശ്വസനത്തിലേക്ക് തന്നെ. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, പതിയെ പുറത്തേക്ക് വരുന്നു. അല്പനേരം ആ ശ്വസനത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മറ്റു പല ചിന്തകൾ പോയാലും കുഴപ്പമില്ല. മനസ്സിനോട് പറയും ഇറ്റ്സ് ഓക്കെ. മനസ്സിൽ പറയും ഇറ്റ്സ് ഓക്കെ. ശ്വസനത്തിലേക്ക് തന്നെ ചിന്ത കൊണ്ടുവരിക. ബാക്ക് ടു ബ്രെത്ത് മനസ്സിൽ പറയാം. അല്പനേരം അങ്ങനെ ഇരിക്കാം. അത് നിങ്ങൾ ഒരു സമാധാനത്തിൻ്റെ ചെറിയൊരു സുഖമുള്ളൊരവസ്ഥ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ചിന്തകളുടെ എണ്ണം കുറഞ്ഞു. ഒരു സുഖമുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങളിങ്ങനെ ശ്വാസത്തിൻ്റെ താളം ആസ്വദിക്കുന്നതനുസരിച്ച് ക്ഷീണിച്ച് ഭാരം കൂടി, കൺപോളകൾക്ക് ഭാരം കൂടി, കൂടുതൽ കാമായി നിങ്ങൾ പോകുന്നു. ഇനി പതിയെ ടേക്ക് എ ഡീപ് ബ്രെത്ത് and breathe out. One more time. Take a deep breath and breathe out. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ബ്രീത്ത് ചെയ്യാം. പതിയെ ബ്രീത്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു, റിലാക്സ്ഡ് ആവും. ഇനി പതിയെ കണ്ണുകൾ തുറന്ന് ഈ ഒരു നല്ല നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്, താങ്ക് യു എവരി വൺ, താങ്ക് യു. തിരിച്ചു വരാം. കണ്ണുകൾ തുറന്നു, കൈകൾ കൂട്ടിത്തിരുമ്മി. ഓക്കെ. And how do you feel now? ഒരു റിലാക്സ് കിട്ടി. ഒരു റിലാക്സേഷൻ കിട്ടി അല്ലേ? റിലാക്സേഷൻ, നല്ലൊരു ഫ്രഷ്നെസ് വന്നു. ഒരു ഫ്രഷ്നെസ് വന്നു. ഓക്കെ, ഗുഡ്. ഇതാണ് എന്ന് വെച്ചാൽ റിലാക്സ്ഡ് ആയി. ഇത് നിങ്ങളിപ്പം ചെയ്തപ്പോൾ ചിന്തകൾ കുറഞ്ഞില്ലേ? ഓവർ തിങ്കിങ് നിങ്ങൾക്കുണ്ട്. ഓവർ തിങ്കിങ്. അപ്പൊ ഇത് നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ പ്രസന്റ് മൊമെന്റിൽ എന്താണ് നടക്കുന്നത്? ബ്രീത്തിങ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം. ശ്വസനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഓക്കെ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ശ്വസനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അടുത്തത് ബോഡി സെൻസേഷൻസ്. ശരീരത്തിലെ സെൻസേഷനിലേക്ക് ബോഡി ഒന്ന് നിരീക്ഷിക്കുക.
ഇരിക്കുന്ന ഇരുത്തത്തിൽ. ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ് കേട്ടോ ഈ പറഞ്ഞത്. നോട്ടീസ് ദ ഫീലിംഗ് ഓഫ് യുവർ ഫീറ്റ് ഓൺ ദ ഫ്ലോർ. കാലുകൾ തറയിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫീലിംഗ് എടുക്കുക. മടിയിൽ വെച്ചതിൻ്റെ, കൈകൾ വെച്ചതിൻ്റെ ഫീൽ യുവർ ബോഡി. നിങ്ങൾ ബോഡി എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ കൈകൾ വെച്ചതു, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുക. ചൂട് അല്ലെങ്കിൽ തണുപ്പ്, വായുവിലുള്ള ചൂട്, തണുപ്പ്, അത് ഫീൽ ചെയ്യുക. ഓക്കെ, ആസ്വദിക്കുക. ഈ നിമിഷത്തിൽ എന്താണ്, ഇവിടുത്തെ തണുപ്പ് എന്താണ്, ഇവിടുത്തെ ചൂടാണോ? ഒരു 5 മിനിറ്റ് അത് നിരീക്ഷിക്കുക. അത് ജസ്റ്റ് നോട്ടീസ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. ഓക്കെ, ആൻഡ് സൗണ്ട് അറൗണ്ട് യു. അതേപോലെ തന്നെ ചുറ്റിലുമുള്ള ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ശ്രമിക്കുക. പല ശബ്ദങ്ങളുണ്ടാവും. തൊട്ടപ്പുറത്ത് വീട്ടിൽ ജോലിക്കാരുണ്ടാവും, കുട്ടികളുടെ കളിക്കുന്ന ശബ്ദം ഉണ്ടാവും, വഴക്കൂടുന്ന ശബ്ദം ഉണ്ടാവും, കിളികളുടെ ശബ്ദം ഉണ്ടാവും, AC വർക്ക് ചെയ്യുന്ന ശബ്ദം ഉണ്ടാവും, ഫാനിന്റെ ശബ്ദം ഉണ്ടാവും, വാഹനങ്ങൾ പോകുന്ന ശബ്ദം ഉണ്ടാവും, അങ്ങനെ പലതും ആവും. ജസ്റ്റ് ലിസൺ ടു ദ സൗണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ വേറിടും. ദ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. എക്കാർട്ട് ടോലെ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ഓവർ തിങ്കിങ്ങിന് നിങ്ങളെ നല്ലോണം സഹായിക്കുന്ന ബുക്കാണ്, ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടി. സോ ദ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു. അടുത്ത എന്താണ്, എന്ത് ടാസ്ക്കാണ് നിങ്ങളുടെ മുൻപിലുള്ളത് അതിൽ ഫോക്കസ് ചെയ്യും. എന്ത് ജോലിയാണ് ചെയ്യാനുള്ളത് അത് ആസ്വദിക്കും. ബ്രിങ് യുവർ ഫുൾ അറ്റൻഷൻ ടു വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ, വൺ തിങ് അറ്റ് എ ടൈം. അതായത് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. അത് ആസ്വദിച്ച് കഴിക്കുക. അതിൻ്റെ ടേസ്റ്റ് അറിയുക, അതിൻ്റെ സ്മെല്ല് അറിയുക, അത് ആസ്വദിക്കുക. വേറെ എവിടെയോ ഇരുന്നിട്ട് ചിന്തിക്കാതെ, വേറെ ഇരുന്നിട്ട് ചെയ്യാതെ, ബി ഹിയർ ആൻഡ് എൻജോയ്. ആൻഡ് അപ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ആവും കാര്യങ്ങൾ എന്ന് തോന്നും. പക്ഷേ പിന്നീട് അത് ഭയങ്കര ഫാസ്റ്റായിട്ട് മാറും. ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഡു ദിസ്, ഇറ്റ്സ് എ വെരി പവർഫുൾ ടെക്നിക്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കാം, ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇന്ന് സമയം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യണോ വേണോ? ടെക്നിക് 3 ഉണ്ട്. ഓക്കെ, EFT പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പല ടെക്നിക്കുകളുണ്ട്. അപ്പോൾ പല ചിന്തകൾ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, ഗുഡ്. ഹോപ്പ് യു എൻജോയ് ദ സെഷൻ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചിന്തകളിലേക്ക്, ബ്രെത്തിലേക്ക് ചിന്ത കൊണ്ടുവരിക, അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക ആദ്യം. പിന്നെ ബോഡിയുടെ സെൻസേഷൻ ഫീൽ ചെയ്യുക, ബോഡിയെ ഫീൽ ചെയ്യുക, സൗണ്ട് കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യുന്ന ജോലി എന്താണോ ആ ചെയ്യുന്ന ജോലി നല്ല രീതിയിലേക്ക് ആസ്വദിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ ടെക്നിക് നമ്പർ 2. ടെക്നിക് നമ്പർ 1 എന്തായിരുന്നു? അവെയർനെസ്. നമ്മൾ അവെയർ ആവുക, അല്ലേ? അവെയർ ആവുക. അപ്പോൾ അത് അവെയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? നമ്മൾ നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ എന്താണ് ഓവർ തിങ്ക് ചെയ്യുന്നുള്ളത് നിരീക്ഷിക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എനിക്കിത് വേണോ വേണ്ടയോ? ക്ലിയർ? Yes, sir. All right. So apply this technique. Have a beautiful day and enjoy your life. Thanks. One step at a time. പതിയെ പതിയെ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആകും. ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മതി. ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മതി. തിങ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? യൂസ്ഫുൾ ആണോ? Useful. That's very Very interesting class ആയിരുന്നു. All right, thank you. I'm really happy for you. Thank you. Thank you, sir. You're welcome.